ഹായ് ഓൾ, ന്യൂ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വതി, സാരി ട്രാപ്പിംഗ് ടീച്ചറാണ്. ഐ എം ഫ്രം എറണാകുളം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആണിന്ന് ഞാൻ എടുക്കുന്നത്. നമുക്ക് എന്തെല്ലാം സിലബസുകളാണ് ഈ ക്ലാസ്സിലൂടെ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു ഇൻട്രോയിലൂടെ പറയാം. അതിനേക്കാളും മുന്നേ ഇതൊരു ചെറിയ എമൗണ്ട് വാങ്ങിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം എല്ലാവരും വാങ്ങിക്കുന്ന വലിയ വലിയ എമൗണ്ടുകളാണ്. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ കൂടി ഞാൻ എമൗണ്ട് പറയുന്നില്ല, പക്ഷെ പല ക്ലാസ്സുകളും നിങ്ങൾ നോക്കിയിട്ടായിരിക്കും ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഇത് ചെറിയ എമൗണ്ടിൻ്റെ ക്ലാസ്സാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ഒരിക്കലും ഒരു രീതിയിലും ഒരു കുറവും വരുത്തുന്നില്ല. എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ബിഗിനേഴ്സിന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് നമ്മളുടെ അടുത്ത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. നമ്മൾ ക്ലാസ് ഇടുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇടാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി അഡ്മിൻസ്. ഈ ഒരു ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നതെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നത് സാറ്റർഡേ സൺഡേസിലാണ്. മെജോറിറ്റി ആൾക്കാർക്ക് അത് അറിയോ എനിക്കറിയത്തില്ല. സാറ്റർഡേ സൺഡേസിലാണ് നമ്മൾ ക്ലാസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1 മന്ത് കൊണ്ടാണ് ക്ലാസ്സുകൾ തീരുന്നത്. ഈ 1 മന്ത് നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് എനിക്ക് തന്നെ ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക, എത്ര പേർക്ക് നേരത്തെ ക്ലാസ് തരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ലിങ്ക് ആദ്യം തന്നെ തരും. എന്നിട്ട് നിങ്ങളത് കാണുക. എന്നിട്ട് നമ്മൾ ക്ലാസ്സുകളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഓരോരോ വീക്കിൽ അയച്ചു തരാം. എന്നിട്ട് ആ ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിക്കാം. ഇതിൻ്റെ അകത്ത് എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, പ്രാക്ടീസ്. അതായത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് സെൽഫ് സാരീസ് ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടി വന്നവരുണ്ടാവാം. അതല്ല സാരി ഡ്രാപ്പിങ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അതുപോലെ ബോക്സ് ഫോൾഡിങ് ഒരു പ്രൊഫഷനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ പല ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പരിചയപ്പെടുത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആദ്യം തന്നെ വേണം എന്ന് മെജോറിറ്റി ആൾക്കാർ പറയുവാണെങ്കിൽ ഞാൻ ക്ലാസ് ആദ്യം തന്നെ ഇടും. അതല്ലെങ്കിൽ നമ്മൾ വീക്കിലി സാറ്റർഡേ സൺഡേസിൽ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് ഇടുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ഈ ക്ലാസ്സുകൾ ലൈഫ് ലോങ് ആയിട്ട് അവിടെ തന്നെ കിടന്നോളും. നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ ചോദിക്കാം. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ പ്രാക്ടീസ് മസ്റ്റായിട്ടും ചെയ്താൽ മാത്രമേ ഏതൊരു പ്രൊഫഷനും നമുക്ക് പക്കയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അയാളുടെ പ്രാക്ടീസാണ്. ഇപ്പോൾ നിങ്ങൾ സെൽഫ് സാരി ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഡ്രാപ്പിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ തന്നെ സാരി ഉടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ അമ്മയ്ക്ക് ഉടുപ്പിക്കാം, അനിയത്തിക്ക് ഉടുപ്പിക്കാം, അങ്ങനെ ഓരോരുത്തർക്കും ഉടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരണം എന്ന് പറയുന്ന അൺടോൾഡ് സ്റ്റോറീസിനോട് നിങ്ങൾ താങ്ക്സ് പറയണം. കാരണം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം പഠിച്ചിട്ടില്ലായിരുന്നു, ഇപ്പം എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ ക്ലാസ്സുകളുടെ കൂടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു സിലബസിലേക്ക് കടക്കാം. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു സിലബസ് തന്നിട്ടുണ്ടാവാം അഡ്മിൻസ്. അപ്പോൾ ആ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നോളജാണ്. ഈ പ്രൊഡക്റ്റ് നോളജിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നുമില്ല. ഇപ്പോൾ സെൽഫായിട്ട് ഡ്രാപ്പ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രൊഫഷണലി ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ട്. ബോക്സ് ഫോൾഡിങ് ചെയ്യാൻ വന്നിരിക്കുന്നവരാണെങ്കിലും കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഈ പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനും തരാം. ഓക്കെ, പ്രൊഡക്റ്റുകളുടെ ഫോട്ടോ ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡാണ്. നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും റൈറ്റ് ഹാൻഡഡ് ആണ്. റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡാണ്. നമ്മുടെ ഹാൻഡിൻ്റെ പ്രഷറാണ് നമ്മൾ അയൺ ബോക്സിന് ഉപയോഗിക്കുന്നത്. ആ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ സാരിയുടെ ഫോൾഡിങ് മാറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് മെയിൻ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് ഒരു അയൺ
ബോക്സാണ്. അയൺ ബോക്സ് ഇപ്പോൾ സെൽഫ് ഡ്രാപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിലുള്ള ഡ്രാപ്പിംഗ് അയൺ ബോക്സ് തന്നെ മതി ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല എന്താ പറയുക, പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു സ്റ്റീം അയൺ ബോക്സ് എന്തായാലും വേണം. നിങ്ങൾക്ക് 1200 വോൾട്ട് മുതൽ സ്റ്റീം അയൺ ബോക്സുകൾ യൂസ് ചെയ്യാം. ഫിലിപ്സ്, ഹാവൽസ് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ബ്രാൻഡുകൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി പിന്ന് വേണം. സേഫ്റ്റി പിന്ന് നമ്മൾ 2 തരം സേഫ്റ്റി പിന്നാണ് ഇപ്പം മോസ്റ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1 സൈസും ഒന്ന് 2 സൈസും. അതും പോയിന്റഡ് ആയിട്ടുള്ള സൈസ്, അങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള പിന്നുകൾ മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പെഗ് ക്ലിപ്പ്. ഡ്രാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെഗ് ക്ലിപ്പ് യൂസ് ചെയ്യും. അത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ മോസ്റ്റ്ലി വേണ്ടത് ഒരു ടേബിളാണ്. നമ്മൾ അയൺ ടേബിൾ ഉണ്ടെങ്കിൽ അത്ര നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് സാരി വിരിച്ച് ഡ്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ വേണം. പിന്നെ ഹാങ്ങർ ഫോൾഡിങ് ചെയ്യുന്നവരുടെ കയ്യിൽ ഹാങ്ങർ വേണം. ബോക്സ് ഫോൾഡിങ് ചെയ്യുന്നവരുടെ കയ്യിൽ ഒരു 18-12 സൈസിലെ കവർ വേണം. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഡ്രാപ്പിങ്ങിന് പോകുന്നവരാണെങ്കിൽ ഒരു കട്ടർ, ഒരു നീഡില്, പിന്നെ അതുപോലെ തന്നെ ടോയിൻ, പിന്നെ അതുപോലെ തന്നെ ടേപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ വേണം. പിന്നെ മുട്ടുസൂചിയില്ലേ, മുട്ടുസൂചി എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തുണിയിൽ കുത്തുന്ന സൂചിയുണ്ട്. അങ്ങനത്തെ സൂചി ഒരു പാക്കറ്റ്. ഇതിനേക്കാളുപരി അല്ല, ഇതെല്ലാം വേണം. കൂടാതെ നമ്മുടെ കയ്യിലൊരു സ്റ്റാർച്ച് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാരണം സ്റ്റാർച്ച് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യാറില്ല. കാരണം അത്രയും നമുക്ക് ഈ സ്റ്റാർച്ച് അത്രയും കെയർ ചെയ്തിട്ട് വേണം സാരി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ഡോട്ട് വീണ ആ സാരി പിന്നെ ആ ഡോട്ട് പോവില്ല, സാരി അത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റാർച്ചും കൂടി ഉണ്ട്. ഡ്രാപ്പിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർച്ചൊക്കെ ഞാൻ പറയുന്നത്. അതും വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ സാരി ഡ്രാപ്പിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ ആവശ്യമുള്ളത്. സാരി ഡ്രാപ്പിങ്ങിൻ്റെ ക്ലാസ്സിലല്ല, നിങ്ങൾക്ക് ഭാവിയിൽ ഇതൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാനുള്ളവരാണെങ്കിൽ ആവശ്യമുള്ളത്. സെൽഫായിട്ട് ഉടുക്കുന്നവർക്ക് ഇതൊന്നും വേണ്ട. നമ്മുടെ കയ്യിലൊരു സേഫ്റ്റി പിന്നും നമ്മുടെ സാരിയും ഒരു അയൺ ബോക്സും ഉണ്ടെങ്കിൽ നമുക്ക് സാരി ഉടുക്കാം. അത് എങ്ങനെ ഉടുക്കണം എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് നോളജ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു തിയറി ക്ലാസ് ആണ്. അതിൽ ഞാൻ കുറച്ച് കോമൺ തിയറീസ് പറഞ്ഞു തരും. അത് നിങ്ങളൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആണ്. അതിനുശേഷം നമ്മൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ മെഷർമെന്റ് എടുക്കണം, നമ്മൾ സെൽഫ് സാരിയിൽ നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു സാരി വെച്ച് എങ്ങനെ മെഷർമെന്റ് എടുക്കണം, നമ്മൾ ഔട്ട്സൈഡ് ഒരാളുടെ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെന്റ് എടുക്കണം, ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു സാരി എടുക്കുന്നു. അതിന്റെ പല്ലു എങ്ങനെ നിങ്ങൾ പ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. അതുപോലെ തന്നെ ചെസ്റ്റ് എടുത്ത് എങ്ങനെ അയൺ ചെയ്യണം എന്ന് കാണിക്കും. അതുപോലെ തന്നെ സെന്റർ പ്ലീറ്റ്സ് എടുത്ത് എങ്ങനെ അയൺ ചെയ്യണം എന്ന് കാണിക്കും. ഇതിന്റെ ബോക്സ് ഫോൾഡിങ്ങും ഹാങ്ങർ ഫോൾഡിങ്ങും കാണിക്കും. ഇത് കൂടാതെ നമ്മൾ 3 സാരി ഡ്രാപ്പിംഗ് കാണിക്കുന്നുണ്ട്. അതായത് സെൽഫ് സാരി എങ്ങനെ ഉടുക്കാം, ഒരാളിൽ എങ്ങനെ സാരി ഉടുക്കാം, ഒരു സെറ്റ് സാരി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യമേ ലിങ്ക്, മെജോറിറ്റി ആൾക്കാർ ഇതിൻ്റെ അകത്ത് ക്ലാസ് ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഇത്ര ലോങ് ആണെന്ന് പറയാനാണെങ്കിൽ ലിങ്ക് തരാം. എന്നിട്ട് നിങ്ങളത് നോക്കിയിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഈ ഇൻട്രോ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഗ്രൂപ്പിൽ എല്ലാവരും അവരവരാരൊക്കെയാണ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, എന്തിന് വന്നു, പിന്നെ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക. നാളെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോളജ് എന്നുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.